ഈശ്വര, നന്നായി. നന്നായി മക്കളെ. നാടൻ മുട്ട കിട്ടിയില്ലാച്ചാ ഇന്നിവിടെ കിടത്തി പൊറപ്പിക്കില്ല നമ്മുടെ അരവിന്ദൻ. ഓ രമണിയെ, ആ പശുവിനെ ഒന്ന് അഴിച്ചേട്ടെ. ആഹാ, നേരം വിളക്കണേന് മുമ്പ് തന്നെ ഇറങ്ങിയ കുഞ്ഞൂട്ടൻ. ദൈവാധീനം ഒത്തു കിട്ടിയത് പറഞ്ഞാ മതിയല്ലോ. എന്ത് കല്യാണം? ആർക്ക്? അരവിന്ദല്ലേ. നന്നായി, നടന്നാ കൊള്ളാം. ആളെവിടെ? ദാ നിക്കണു. നിലവിലെ 3 ആളിന്റെ ആരോഗ്യമുണ്ട് നിനക്ക്. പിന്നെന്തിനാ അരവിന്ദ ഈ അഭ്യാസമൊക്കെ? അതെ, അച്ഛനില്ല. കുഞ്ഞുകുട്ടനോ? എനിക്കല്ല, കുട്ടിക്കേ. അച്ഛനില്ലാണ്ട് കുട്ടി ഉണ്ടാവണോ? അച്ഛനുണ്ടായിരുന്നു, മരിച്ചുപോയി. അയ്യോ പാവം. അയ്യോ, എന്ന് വെച്ചാ അവിടെ മോശമൊന്നും അല്ല. ആർക്ക്? കുട്ടിയുടെ വീട്ടിലേ. ഞാൻ പാവം എന്ന് പറഞ്ഞതേ ഏതോ ഒരു കുട്ടിയുടെ അവിടുത്തെ കാര്യല്ല. പിന്നെ നടക്കാത്തൊരു കാര്യത്തിന് കൂടെ ഓടി നടക്കുന്ന കുഞ്ഞുകുട്ടന്റെ കാര്യാ. നടക്കാത്ത കാര്യോ? വയസ്സത് എത്രയായ അരവിന്ദ? ഓ, 18 വയസ്സ് കഴിഞ്ഞിട്ട് 12 വർഷമല്ലായുള്ളൂ. അതാ പറഞ്ഞത്. ഇനി ഈ നാട്ടിലൊരു കല്യാണം നടക്കാൻ ബാക്കിയുള്ളത് കുറച്ച് ഇലക്ട്രിക് പോസ്റ്റിന്റെയും അരവിന്ദന്റെയും മാത്രമേ ഉള്ളൂ. അല്ല, ഒന്നുകൂടെ ബാക്കിയുണ്ട്. എന്റെ അനിയത്തി രമണി. അറിയാലോ, രമണിയേക്കാൾ 2 വയസ്സിന് ഇളയതാ ഉഷ. അവള് ഇഷ്ടപ്പെട്ട ഒരുത്തന്റെ കൂടെ വീടും കുടുംബവും കുട്ടിയൊക്കെ ആയിട്ട് കഴിയുന്നു. രമണി ജാതകം, നക്ഷത്രം, ചൊവ്വ, ബുധൻ എന്നൊക്കെ എന്തു പേരിലായാലും ഇപ്പോഴും ഈ കാവുമ്പുറത്ത് വീടിന്റെ അടുക്കളയിലും കോലായാലും മുറ്റത്ത് മാത്രമായിട്ട് ഒതുങ്ങി വെറുതെ ജീവിക്കണമെന്ന് വരുത്തി തീർക്ക. അവൾ ഒരുത്തന്റെ കൂടെ ജീവിക്കണ കണ്ടിട്ടല്ലാതെ എനിക്കൊരു പെണ്ണും വേണ്ട, കല്യാണവും വേണ്ട. ബാക്കിയുള്ള ഇലക്ട്രിക് പോസ്റ്റുകളും കെട്ടിട്ട പെണ്ണ്. എന്തേ? കുഞ്ഞുകുട്ടോ, രാവിലെ നേരത്തെ എണീക്ക. എന്തിനാ? ഒന്ന് മേലനങ്ങി വ്യായാമം ചെയ്യാം. പിന്നെ നല്ല നാടൻ മുട്ട അതൊന്ന് ചൂടാക്കാനേ പാടുള്ളേ. എന്നിട്ട് ഇങ്ങനെ ഉടച്ച് ഇങ്ങനെ വായലിക്ക് ഒഴിക്കാം. എന്നിട്ട് വീടിന് ചുറ്റും ഒരു 12 ചുറ്റ് നല്ല വേഗത്തിൽ ഓടണം. ഇതെങ്ങനെ കാല് വയ്യാതിരിക്ക. അവൾക്കൊരു കല്യാണം ഞങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന വിധത്തിൽ അത് കൊണ്ടുപോവാ. അല്ലാതെ അവിടെ ഒരു ചട്ടിയുണ്ട്, ഇവിടെ ഒരു കുട്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ കെട്ടിക്കാൻ വരല്ലേ. മോൻ പോയിക്കോട്ടോ. പോ. അറ്റ കൈക്ക് അരവിന്ദൻ ഇന്നൊരു1000 തന്നേ പറ്റും. വേറെ വഴിയില്ലാത്തോണ്ട് അരവിന്ദ രക്ഷിക്കണം. എന്റെ പ്രാരാബ്ദം ഗണേശ. പണ്ടത്തെ റേഷൻ കട അല്ല മോനെ ഇപ്പോ. ആഴ്ചയിൽ സപ്ലൈ ഓഫീസ് കൊണ്ട് അടയ്ക്കേണ്ടതാണെങ്കിലും അന്ന് ഈ ബാഗ് നിറയെ കാശുണ്ടായിരുന്നു. ഇപ്പൊ റേഷൻ കട വെറും ഒരു പേരായി. അരവിന്ദന്റെ ബാഗ് ഇതേ കാലിയായി. നാലും പുലി കിടന്ന മടയല്ലേ, 4 കൂടെ കാണാണ്ടിരിക്കില്ല. എന്ത് ചെയ്തിട്ടായാലും ഇന്നൊരു1000 ഒപ്പിച്ച് തന്നേ പറ്റും. 2 ദിവസം കഴിഞ്ഞ് മടക്കി തരടോ. ഇന്ന് 10 മണിയാ സമയം. ഒരടവ് തെറ്റിയാ മതി, ബ്ലേഡ് വിഷമന്റെ ആൾക്കാരെ ഒന്ന് വണ്ടി എടുത്തുണ്ടോ. നിന്റെ ഈ പണ്ടാരപ്പരപ്പ് കേട്ട ആരും വീണു പോകും. പക്ഷെ 2 ദിവസം കഴിയുമ്പോ തിരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ പ്രാരാബ്ദാവും. അത് നിനക്കറിഞ്ഞൂടെ ഞാൻ തെറ്റിക്കൂലെന്ന്. ബ്ലേഡ് അടവായതുകൊണ്ടാണ് അരവിന്ദ. നിനക്കറിഞ്ഞൂടാ ബ്ലേഡിന്റെ മൂർച്ച. ദാ ആ 3 ചക്രത്തിന്റെ പുറത്താ ഞാനൊരു കുടുംബം തട്ടിവിട്ടി കൊണ്ടുവന്നത്. അതെങ്ങാനും അവരെടുത്തുണ്ടായാ പിന്നെ കൊണ്ടടക്കി നേരം തെറ്റിക്കണ്ട. വലിയ ഉപകാരടാ. ചെല്ലട്ടെ. വന്നല്ലോ കടയുടെ ഓണറ്. ഒരു ദിവസം നിന്റെ കൈ കൊണ്ട് ഈ കട തുറക്കുന്നുള്ള എന്റെ ആഗ്രഹം നടക്കില്ലല്ലോ ഉസ്മാനെ. അല്ലാ, അതൊരു കഥയാണ് അരവിന്ദ. ഓ, ഒരു അരമണിക്കൂർ വൈകിയതിന് ഇനി ഞാൻ നിന്റെ ഒരു നീണ്ട കഥ കൂടി കേൾക്കണോ? വേണ്ട, കഥയല്ലേ അത്. ഞാൻ എഴുതി വല്ല മംഗളത്തിന് ആ മനോരമക്ക് അയച്ചു കൊടുത്തോളാം. ഇനി ആരും എടുത്തില്ല ക്രൈമിന് അയച്ചു കൊടുത്തോളാം. ഈ റേഷൻ കടയും കൊണ്ട് ഇനി വലിയ ഭാവി ഞാൻ കാണുന്നില്ല. ഈനാശേട്ടാ, 2 ചായ ഒന്ന് പാലേ. എടാ ഗോപിയെ, അരവിന്ദൻ അങ്ങോട്ടൊരു ചായ, ഒരു പാല്. ഈ അരവിന്ദന്റെ ഒരു പാലുകുടി. ഇവൻ കുടിക്കുന്ന പാലിന്റെ കണക്ക് നോക്കിയാ ഇവനിപ്പോ സായിപ്പന്മാരെ കടുമ്പെടുത്തിരിക്കണം.
പാല് കുടിച്ചാ വെളുത്ത് വരുമോ കഴുത? പാല് കുടിച്ചാൽ വെളുത്തു വരുമോ കഴുത എന്നല്ല പഴമൊഴി. കാക്ക കുളിച്ചാൽ കൊക്കാവൂന്നാ. സപ്ലാപ്പീസ് വരെ ഒന്ന് പോണം. ഈ ആഴ്ച സ്പെഷ്യൽ എന്തുണ്ടെന്ന് കേട്ടു. എന്ത് സ്പെഷ്യല്? പുറത്ത് കടയിൽ വിൽക്കുന്ന അരിയേക്കാ വില റേഷൻ കടയിൽ. അരവിന്ദ ടൗണിലേക്കുണ്ടോ? ഉണ്ടോന്നോ? ഞാൻ നിന്നെ നോക്കിയിരിക്കായിരുന്നില്ല രമേശ. കടയും തുറന്നിട്ട് വായും തുറന്നിരിക്കരുതേ. പിന്നെ ഇപ്പൊ കത്തോണ്ട് പോകുന്ന ആൾക്കാർ ഈ ചീഞ്ഞു പുഴുത്തരി. അല്ല ഇത് വീണ്ടും ഇറങ്ങിയ. ആ ഇതറങ്ങിയതാണോ? ഞാൻ കരുതി വല്ല പുലി ഇറങ്ങിയതാണോ? പുലി ഇറങ്ങിയെങ്കിൽ സഹിക്കായിരുന്നു. ഇതിന് എന്റെ അരവിന്ദൻ ഉണ്ടാക്കുന്ന വയ്യാവലികൾ എന്തൊക്കെയാണെന്ന് പറിച്ചമ്പുരാന് മാത്രം അറിയാം. അയാളൊരു പാവാണോ. കാര്യങ്ങൾ എന്തൊക്കെയാണേലും ഇടയ്ക്കിടയ്ക്ക് വന്ന് അന്വേഷിച്ചു പോവാൻ ഒരാളില്ലേ അരവിന്ദനെ? എന്തൊക്കെയുണ്ട് ഈനാശു വിശേഷങ്ങള്? പെണ്ണും പിടക്കോഴിയും കുട്ടികളും ഇല്ലാത്ത നമ്മൾ 2 വയസ്സന്മാർക്ക് പറയാൻ എന്ത് വിശേഷം പോവാല? കടയിലോട്ട് വരികയാണേ നല്ല ഒന്നാം തരം ഒരു ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട വലിയ യാത്രയുടെ ആ പെങ്ങളും കുട്ടികളും നോക്കിയേക്കുവേ. ഓ ചെല്ലട്ടെ. അല്ല ഇത് ആര്? ഇപ്പതേ ഗോപാലമാവയുടെ കാര്യം വിചാരിച്ചേ ഉള്ളൂ. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതിന് ശേഷം അല്ലേ? അരവിന്ദൻ എവിടെ? അറിഞ്ഞില്ലേ? ഇല്ല. എന്ത് പെട്ടെന്നായിരുന്നു. എന്ത്? രമേശന്റെ കാരക്കേരി സപ്ലാപ്പീസിൽ പോയത്. അപ്പോ തോന്നിയാസം മനുഷ്യനെ പേടിപ്പിച്ചോ. അതെ കുട്ടിയെ. ആ കുമാരാ, കുരുവില്ലാത്ത മുന്തിരി 1 കിലോ. കുരുവുള്ളത് തിന്നാലേ മാമന് പുളിക്കില്ലേ? അതെങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. അതെ 2 കിലോ ഓറഞ്ച്, 1 കിലോ തക്കാളി, 2 കിലോ പേരക്ക അല്ലേ? അതൊക്കെ അറിയാം. അതെ ഒരു വലിയ കൈതച്ചക്ക 1. അപ്പഴേ കുട്ടിയെ ഇതെല്ലാം അരവിന്ദന്റെ പട്ടിൽ എഴുതിക്കൊണ്ടോ? ചെട്ടിയാരായിരുന്നു മുണ്ട് വേണ്ടേ? പിന്നെ വേണ്ടേ? കുഞ്ഞക്കൻ ചെട്ടിയാര് ആ ഡബിൾ മുണ്ടല്ലോ ഒന്നിങ്ങോട്ട് എടുത്തിട്ടേ. ആ ഈ മാമൻ അരവിന്ദനെ വൈറ്റ് വാഷ് ചെയ്തേ പോകൂ. കുഞ്ഞക്കൻ ചെട്ടിയാരുടെ കടയിൽ നിന്ന് പുതിയ സെറ്റ് മുണ്ട് അങ്ങോട്ട് വാങ്ങി. മുണ്ടിനൊക്കെ എന്താ വില? കയ്യിലുള്ള ചില്ലാണ് എന്നിട്ട് അവിടെ കൊടുത്തോ ഏട്ടൻ? ഏയ് ഞാൻ കൊടുത്താൽ ഈ അങ്ങാടി ആരെങ്കിലും ഇത് വാങ്ങിക്കുവോ? അത് അരവിന്ദൻ തന്നോളും. അരവിന്ദൻ അങ്ങാടി അല്ലടി അത്. ആളെത്തിയല്ലോ. മോളെ ഇതൊക്കെ എടുത്തു വെച്ചോ. എന്താണോ ഒരു അങ്ങാടി മുഴുവൻ ഉണ്ടല്ലോ സൈക്കിളും മേല്. ടൗണിൽ ചെന്നപ്പോ ഉഷയുടെ അവിടെ ഒന്ന് കേറി. അവരുണ്ട് ഇങ്ങോട്ട് വരെ ഒരുങ്ങിക്കണു. കടയിൽ ചെന്നപ്പോ ഗോപാലമാമ വന്നു അറിഞ്ഞു. എന്നാ പിന്നെ ഒന്ന് അടിച്ചു പൊളിക്കാന്ന് വെച്ചു. മത്സ്യവരാക പച്ചമൃഗാദി പച്ചക്കറികളൊക്കെ ഉണ്ട്. എന്താ മോനെ ഈ വഴിക്കൊന്നും കാണുന്നില്ല? ഇടയ്ക്ക് വലിയ വലിപ്പം കൂടിയിടും. ആഹാ അപ്പൊ പുരോഗതി ഉണ്ട്. അവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ടെന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഏട്ടന്. ഇവിടെ ഈ കണ്ട ആളും സ്ഥലമൊക്കെ ഇല്ലേ? ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? ഞാനില്ലേ പിന്നെ അവിടെ ആരാ? വീടടച്ചിട്ട് എത്ര നാളാ നിക്കുക? ആ ആയ കാലത്തൊരു പെണ്ണും കെട്ടി 1/2 ഡസൻ മക്കളുണ്ടായിരുന്നു. ഈ കെട്ടി വരോ? വരരുത്, ആർക്കും വരരുത്. അതിനു വേണ്ടിയുള്ള ചില പരിപാടികളുമായിട്ടാ ഞാനിപ്പോ വന്നിരിക്കുന്നത്. മൂക്കിരിക്കുള്ള പഞ്ഞായിട്ട് കാലം വെയിറ്റ് ചെയ്യാ. അതിനിടയിൽ ഇപ്പൊ കല്യാണം. എനിക്കല്ലടാ കുരങ്ങ, ഈ വീട്ടിൽ ചിലതൊക്കെ നടത്താനുണ്ട്. ആ നല്ലൊരു കാര്യം പറഞ്ഞ് നാക്കീന്ന് വീണില്ല. ദേ കോടിപതിയും കുടുംബവും മുറ്റത്ത്. ഗോപാലമാമയ്ക്ക് ഞങ്ങൾ LIC-കാരുടെ ഒരു ഐശ്വര്യം മനസ്സിലായല്ലോ. ഇത് കണ്ടോ, LML അഡ്രീനോ 100cc സിൽവർ ഗ്രേ കിട്ടാൻ പറ്റ പാടേ. വിലയും കൂടുതലാണേ. ഒക്കെ ഉണ്ടായിട്ടെന്താ? കാശിന്റെ ഉപകാരം വേറെ ആർക്കെങ്കിലും ഉണ്ടോ? എന്താ? അല്ല ഈ കോടിപതിയന്മാര് വിചാരിച്ചാൽ എന്താ നടക്കാത്തെന്ന് പറയുകയായിരുന്നു. കോടിപതിന് അമ്മാമ്മ കളിയാക്കൊന്നും വേണ്ട. ബാവേട്ടൻ 2ാം തവണ കോടിപതി ആയല്ലോ. ഫോട്ടോ ഉണ്ടല്ലോ പത്രത്തില്. അതിപ്പോ ആണി രോഗം സുഖപ്പെട്ടെന്നും പറഞ്ഞും പത്രത്തിൽ ആൾക്കാരുടെ ഫോട്ടോ വരും. ഫാർമസിക്കാരുടെ പരസ്യമേ. എത്ര ദിവസം മോളെ കണ്ടിട്ട്. വല്യമ്മ മറന്നോടാ? ഇതാ സഹിച്ചുകൂടാത്ത 3-4 വയസ്സിന് ഇളയതാ ഉഷ. അവിടെ കൊച്ചിനെ ഇങ്ങനെ എടുത്തും കളിപ്പിച്ചും രമണി ഇങ്ങനെ. കാര്യമില്ലാണ്ട് കോരു പനയിൽ കയറൂലെന്ന് കേട്ടിട്ടില്ലേ? ഇല്ലാത്ത കാശും ബസ്സിന് കൊടുത്ത് ഇക്കണ്ട ദൂരം അത്ര യാത്രയും ചെയ്ത് ഇന്ന് ഞാൻ ഇവിടെ വന്നത് വെറുതെ ആണെന്നാണോ വിചാരിച്ചത്? ദിനേശൻ നല്ല 1-ാം തരം തറവാടിയാ. ജാതകവും ചേരും. ഉഷയ്ക്കൊരു കൂടും കുടുംബവും കുട്ടിയായിട്ടും രമണീനെ പിന്നെ ഈശ്വരൻ നിർത്തിയത് ഇങ്ങനെ നല്ലൊരു സ്ഥാനത്ത് എത്തിച്ചേരാൻ വേണ്ടിയായിരിക്കും. വെറുതെ ഓരോന്ന് പറഞ്ഞ് ആശിപ്പിച്ച് ഒരിക്കൽ കൂടെ സങ്കടപ്പെടുത്താനാവാതിരുന്ന നല്ലത്. ഇപ്പോഴും മനസ്സിലുള്ള വേദന ആരോടും പറയാതെ കൊണ്ടു നടക്കുക എന്റെ കുട്ടി.
ഈ ജാതക ദോഷം എന്ന് പറഞ്ഞാൽ ആരും കരുതിക്കൂട്ടി ചെയ്യണമല്ലോ. ഇതിപ്പോ മഹാഭാഗ്യ ഒത്തു വന്നിരിക്കണം. പറയാനും കേൾക്കാനും ഒക്കെ കൊള്ളാം. 19 പവന്റെ സ്വർണവും ബാക്കി കാര്യങ്ങളും എവിടുന്നാ? ഹേതുവിനൊരു റേഷൻ കടയും വെച്ചോണ്ടിരിക്കണം. ഈ നിന്നെ കൊണ്ട് കൂട്ടിയാ കൂടും അരവിന്ദാ. നടക്കണം, ഈ കല്യാണം നടക്കണം. ഇനി അവൾ ഉഷയുടെ കുഞ്ഞിനെ കളിപ്പിച്ചു, ഇവിടെ എങ്ങനെ അടുക്കളപ്പണി എടുത്തു. ഇത് നടക്കണം. എങ്ങനെ നടത്തുന്ന നീ പറയണേ? കാർത്തിയാനിയമ്മേനും സരോജിനിയമ്മേനും ഞാൻ പോയി കണ്ടോളാം. കേസൊന്ന് ഒഴിവാക്കി തന്ന ഈ വീടിന്റെ പുരയിടത്തിന്റെ അവകാശത്തിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള എടുത്തിട്ട് ബാക്കി തന്നാ മതി. ഇരിക്കക്കൂര വെച്ചിട്ടായാലും വേണ്ടില്ല, ഈ കല്യാണം നടക്കണം. നിന്റെ അച്ഛന്റെ പെങ്ങന്മാര് സഹായിച്ചിട്ട് നടക്കും. വെട്ടി മുറിച്ച് തീയിട്ടാലും കുത്തി മറിച്ച് കൊണ്ടുപോയി കടലിൽ കളഞ്ഞാലും നിനക്കും നിന്റെ തള്ളയ്ക്കും സഹോദരിമാർക്കും അനുഭവിക്കാൻ തരൂലെന്ന് നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ആ മൂദേവികൾ. അമ്മാതിരി നാണക്കേടിനൊന്നും പോകട്ടെ അരവിന്ദ. മരിച്ചു പോയതിന്റെ അച്ഛന് ഇഷ്ടമാവില്ല. പിന്നെ എന്തോ ഒരു വഴി ഗോപാലമ്മേ? വഴി എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവാണ്ടിരിക്കുവോ? നീ ഒന്നിനു മാത്രം പോകുന്നൊരുത്തിൽ സ്വന്തമായിട്ടൊരു റേഷൻ കടയുണ്ട്. കാവുംപുറത്തെ തറവാടിന് പേരിനും പെരുവയ്ക്കും കുറവൊന്നും അതുമില്ലല്ലോ. അതെ, ഒരു 10-50 പവനൊക്കെ വേണമെന്ന് വെച്ച് ചോദിച്ചാൽ എവനും കിട്ടില്ലേ? ഈ ഒരു റേഷൻ കടയും വെച്ചുകൊണ്ട് പെണ്ണ് കെട്ടുക എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ആലോചിച്ചതാ 10-40 കൊല്ലം മുമ്പ് ഞാൻ. അനിയത്തി അന്നാമ്മയുടെ കെട്ടുകഴിഞ്ഞ് കച്ചവടമൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തി 10 കാശുണ്ടാക്കിയിട്ട് കല്യാണം കഴിക്കാമെന്ന്. അങ്ങനെ ഒരു കാലം ഉണ്ടായില്ല. വെന്ത ചോറും പ്രായം തികഞ്ഞ പെൺകുട്ടികളും ഒരുപോലെ എന്നാ വെച്ചോണ്ടിരിക്കുന്നതിനൊരു കണക്കുണ്ട്. രമണി ഇറങ്ങണമെങ്കിൽ സ്വർണവും പണവും വേണം. ഈ പറഞ്ഞത് തന്നെ ഒരു വഴിയുള്ളൂ. നീ ഒരു പെണ്ണങ്ങോട്ട് കെട്ടുക. അല്ലെങ്കിൽ അവിടെ വെച്ചേരെ. അവർക്ക് വല്ലതും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ ആയിക്കോട്ടെ. ചെറുപ്പക്കാരല്ലേ, വല്ല ക്രിക്കറ്റിന്റെ സ്കോറോ അങ്ങനെയൊക്കെ ആണല്ലോ ഇപ്പോഴത്തെ രീതികള് അല്ലേ? ഞാൻ പെണ്ണ് കെട്ടിയതല്ലേ, അതുകൊണ്ട് ഈ പെണ്ണ് കാണലിന്റെ പഴയതും പുതിയതുമായിട്ടുള്ള രീതികൾ എന്താവോ? ആയിക്കോട്ടെ, നീ ചെന്ന് സ്കോർ എറിഞ്ഞു വാ. 6 അല്ലേ അടിച്ചിരിക്കുന്നത്. സരസ്വതിയുടെ പേരെല്ലാവരും പറഞ്ഞു സരസ്വതി എന്നല്ലേ. അതുകൊണ്ട് ഇനി പേര് ചോദിക്കണില്ല. വേറെ ഇപ്പോ എന്താ ചോദിക്ക? ഇഷ്ടായാവോ എന്നെ? എനിക്കിഷ്ടായി. ഒന്നും പറഞ്ഞില്ല. പറയാഞ്ഞാ ഇഷ്ടായില്ല എന്നാവോ? എനിക്ക് റേഷൻ കടയാ ഇഷ്ടാവോ? നൊട്ട ഇങ്ങനെ. ചുരുക്കത്തിൽ സരസ്വതിയുടെ അച്ഛൻ സുകുമാരൻ കിരീടം വെക്കാത്തൊരു രാജാവായിരുന്നു തന്നെ പറയാം. എന്തേ? അതെ, അതന്നെയായിരുന്നു. അന്നൊക്കെ എനിക്ക് എഴുതും, ശ്രീധരേട്ടാ ഒറ്റ പെങ്ങളാ നിങ്ങൾക്ക്, എത്ര പണം വേണമെങ്കിലും ഞാനിവിടെ സമ്പാദിച്ചോളാം, നിങ്ങൾ എന്നും അവരുടെ കൂടെ വേണമെന്ന്. ഇന്നോളം ഞാൻ ആ വാക്ക് പാലിച്ചു. മരിച്ചിട്ടിപ്പോ? സുകുമാരൻ 11 വർഷം കഴിഞ്ഞു. ഒരു നെഞ്ചുവേദന അപ്പ തീർന്നു, ബർമേന്ന. ഇവളുടെ അമ്മ ഇപ്പോ 2.5 വർഷമായി. എന്ന് വെച്ചാൽ അമ്മയച്ചല്ലാത്ത കുറവൊന്നും എന്റെ കുട്ടി അറിഞ്ഞിട്ടില്ല കേട്ടോ. അല്ല, 2 ആങ്ങളമാരുള്ളതോ? മൂത്തോൻ കുടുംബസമേതം ഗൾഫിലാ, പത്മനാഭൻ ഗംഭീര സ്ഥിതിയിലാ. പിന്നെ രാജൻ നെടുങ്ങാടി ബാങ്കില് തിരുവനന്തപുരത്ത്.
അവിടെയും അതെ. ഞാനായിട്ട് പറയാൻ പാടില്ലെങ്കിലും പറയാമല്ലോ. നല്ല എണ്ണം പറഞ്ഞ കുടുംബമാണ് ഞങ്ങളുടെ. എനിക്കൊരൊറ്റ പെങ്ങളാ അരവിന്ദന്റെ അമ്മ. അരവിന്ദന് സ്വർണം പണം ഇതൊക്കെ പറഞ്ഞ് കരാറാക്കിയ കല്യാണത്തിന് താല്പര്യമില്ല. ഞങ്ങള് നിർബന്ധിച്ച വാങ്ങണം വേണമെന്നൊക്കെ. അല്ല, അവിടെ അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിട്ടല്ല. അവന്റെ പെങ്ങൾക്ക് ഞങ്ങൾ ഒരു 50 പവൻ സ്വർണ്ണമായിട്ട് കൊടുക്കുന്നുണ്ട്. വേണല്ലോ. ഒരു കുട്ടി അയക്കുമ്പോ അതൊക്കെ നമ്മുടെ കഴിവിന്റെ പരമാവധി കൊടുത്തയക്കണല്ലോ. അപ്പോ ഇക്കാര്യങ്ങളൊക്കെ കുട്ടിയുടെ ആംഗ്ലമാരോടൊക്കെ ഒന്ന് പറഞ്ഞ് ഉറപ്പിക്കാതെ എങ്ങനെയാ? സരസ്വതിയുടെ കാര്യത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം അവരെ അങ്ങോട്ട് അറിയിച്ചാ മതി. മതിയല്ലോ. അപ്പൊ ശരി, ഒരു 50 പവന്റെ സ്വർണ്ണവും. ഞങ്ങളുടെ കുട്ടിക്ക് വിക്കും മുടന്തൊന്നും ഇല്ലല്ലോ അല്ലേ? ആ കല്യാണം നിങ്ങൾ പറഞ്ഞ പോലെ രണ്ടും കൂടി അവിടെ നിങ്ങളുടെ ദേവീക്ഷേത്രത്തിൽ വെച്ചിട്ടാവട്ടെ. ഞങ്ങക്ക് സമ്മതം. ആയിക്കോട്ടെ. അല്ല, അപ്പൊ അവിടെ വീട്ടിലെല്ലാവർക്കും കുട്ടിയൊന്നും കാണണ്ടേ? വേണമല്ലോ. ദാ,